രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് നിയമസഭയിൽ പ്രതിപക്ഷ നിരയിൽ നിന്ന് മറ്റൊരു ബ്ലോക്ക് നൽകുമെന്ന് സ്പീക്കർ എൻ ഷംസീർ. രാഹുലിന് നിയമസഭയിൽ വരുന്നതിന് തടസ്സമില്ല. രാഹുൽ അവധി അപേക്ഷ നൽകിയിട്ടില്ല എന്നും സ്പീക്കർ പറഞ്ഞു. കത്ത് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തെ പ്രതിപക്ഷ ബ്ലോക്കിൽ നിന്ന് മാറ്റിയിരുത്തിക്കണം എന്നാണ്. അത് ഞങ്ങൾ തീരുമാനമെടുക്കും. UDFന്റെ പ്രതിപക്ഷ ബ്ലോക്കിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റണം എന്നായിരുന്നു കത്ത് പ്രതിപക്ഷ നേതാവ് നൽകിയിട്ടുണ്ട്. അതിന് നമ്മൾ തീരുമാനമെടുക്കും. ഇനി അദ്ദേഹം അല്ലല്ലോ, അദ്ദേഹത്തിന് തീരുമാനിക്കാമല്ലോ. അദ്ദേഹം തീരുമാനമെടുത്ത മറ്റ് ലോസൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ. ഇല്ല, ഒരു അപേക്ഷയും കിട്ടിയിട്ടില്ല. വിജൻ വായാന്തോടെ വിവരങ്ങൾ നൽകും. വിജൻ, അതായത് അവധി അപേക്ഷ നൽകാത്ത സാഹചര്യത്തിൽ സ്വാഭാവികമായും രാഹുൽ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ലേ? അനീഷ, അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം അവധി അപേക്ഷ ഈ സഭാ സമ്മേളനം നടന്ന് തുടങ്ങിക്കഴിഞ്ഞിട്ടും നൽകിയാൽ മതി. അതിൽ വലിയ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കത്ത് കഴിഞ്ഞ ദിവസം ലഭിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞത്. പക്ഷേ ഇന്ന് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് അങ്ങനെ ഒരു കത്ത് ലഭിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും പ്രതിപക്ഷ നിരയിൽ നിന്ന് മറ്റൊരു ബ്ലോക്കിലായിരിക്കും അദ്ദേഹത്തിന്റെ ഇരിപ്പിടം ഉണ്ടാവുക. അത് പ്രതിപക്ഷം ഇരിക്കുന്ന ഭാഗത്തിന്റെ തൊട്ട് പിറകിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് സ്പീക്കർ വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ ഇതുവരെയും അവധി അപേക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിട്ടില്ല. നാളെ രാവിലെ മുതലാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് തലേദിവസം ആയിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതുവരെ അവധി അപേക്ഷ നൽകിയിട്ടില്ല. അദ്ദേഹം വരണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് സ്പീക്കർ വ്യക്തമാക്കുന്നത്. നിലവിൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ ഒരു തരത്തിലുള്ള തെറ്റുമില്ല. കാരണം സഭാ സാമാജികൻ എന്നുള്ള പ്രിവിലേജ് ഉപയോഗിച്ച് അദ്ദേഹത്തിന് സ്വാഭാവികമായും സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയും. പക്ഷേ ഏതൊക്കെ തരത്തിൽ ഇങ്ങനെ വിവാദങ്ങൾ പുകയുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പങ്കെടുക്കണമെന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തീരുമാനിക്കണം എന്നുള്ളതാണ് സ്പീക്കർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റേതെങ്കിലും തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങളിൽ അങ്ങനെ ഒരു അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുള്ള കത്തോ വിവരങ്ങളോ ഒന്നും സ്പീക്കർ എന്ന നിലയിൽ ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കം നിലവിൽ എന്തായാലും ആവശ്യമില്ല. ഏതെങ്കിലും തരത്തിൽ കുറ്റപത്രം സമർപ്പിക്കുകയോ പ്രതി ആക്കപ്പെട്ട് കോടതി ശിക്ഷ വിധിക്കുകയോ ഒക്കെ ചെയ്താൽ മാത്രമാണ് അത്തരത്തിലൊരു നിയമ നടപടിക്രമങ്ങളിലേക്കൊക്കെ ഈ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം പോകേണ്ടത്. നിലവിൽ എന്തായാലും അതിന്റെ ആവശ്യമില്ല എന്നുള്ള കാര്യവും സ്പീക്കർ വ്യക്തമാക്കുകയാണ്. നാളെ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തുമോ എന്ന കാര്യത്തിലാണ് പ്രധാനമായും ആകാംക്ഷ നിലനിൽക്കുന്നത്. ഭരണപക്ഷം വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം സഭയിൽ രാഹുൽ എത്തിയാൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ പല വിഷയങ്ങളും നിലവിൽ പ്രതിപക്ഷത്തിന് ഉണ്ട്. ആ വിഷയങ്ങൾ ഒക്കെ ഉയർത്തിക്കാട്ടുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തെ മുൻനിർത്തിയുള്ള പ്രതിരോധത്തിലേക്ക് ഭരണപക്ഷം കടന്നാൽ അത് പ്രതിപക്ഷത്തിന് തിരിച്ചടിയാകും എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും പ്രതിപക്ഷം വിലയിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഈ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. UDFന്റെ ഭാഗമായിരിക്കില്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാരണം കാണിച്ചുകൊണ്ടുള്ള കത്ത് നിലവിൽ എന്തായാലും സ്പീക്കർക്ക് നൽകുകയും ചെയ്തു. ഇനി അറിയേണ്ടത് നിലവിൽ ഇതുവരെയും നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന കാര്യം രാഹുൽ വ്യക്തമാക്കിയിട്ടില്ല. ഇനി അറിയേണ്ടത് രാഹുൽ ഈ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്നുള്ളതാണ്. രാഹുലിന്റെ അടുത്ത വൃത്തങ്ങൾ പോലും ഇക്കാര്യത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നതിൽ ഒരു സൂചന പോലും നിലവിൽ നൽകുകയും ചെയ്തിട്ടില്ല. അനീഷ, ശരി. വിജൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്.